കൊയിലാണ്ടി എം.എൽ.എ. കാനത്തിൽ ജമീല അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 51 വയസ്സായിരുന്നു. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. മലബാറിലെ ആദ്യ മുസ്ലിം വനിതാ MLA-യാണ്. കാനത്തിൽ ജമീലയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഖബറടക്കം ചൊവ്വാഴ്ച നടക്കും. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, അസുഖബാധിതയായി ചികിത്സയിലായിരുന്നെങ്കിൽ പോലും ഈ വേർപാട് വലിയ ഞെട്ടലോടെയാണ് സഹപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഒപ്പം മണ്ഡലത്തിലെ ജനങ്ങളും ആ വാർത്ത അറിയുന്നത്. ആശുപത്രിയിലേക്ക് ഇപ്പോഴും നേതാക്കളുടെ ഒരു പ്രവാഹമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഗൂഗിൾ അർബുദബാധിതയായി 4ാമത്തെ സ്റ്റേജിലായിരുന്നു ഇപ്പോൾ അർബുദബാധ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 3ാമത്തെ സ്റ്റേജിൽ പൂർണ്ണമായിട്ടും ഒരു രോഗമൊക്കെ അത് തരണം ചെയ്തതിനു ശേഷം മണ്ഡലത്തിൽ സജീവമായിരുന്നു കൊയിലാണ്ടി MLA ആയിട്ടുള്ള കാനത്തിൽ ജമീല. അപ്പോഴും ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ വരുമ്പോഴും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കും മണ്ഡലത്തിലെ ജനങ്ങൾക്കുമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ ആളുകളുടെ ഒഴുക്ക്, നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം അല്പം മുമ്പ് ഇവിടെ എത്തി പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ NCP നേതാവ് PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. സംസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ ചൊവ്വാഴ്ചയാണ് സംസ്കാരം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മകൻ വിദേശത്താണുള്ളത്. വിദേശത്ത് നിന്ന് മകൻ എത്തിയതിനു ശേഷം ചൊവ്വാഴ്ച സംസ്കാരം നടക്കും. രാവിലെയോടുകൂടി ചൊവ്വാഴ്ച രാവിലെ ഇവിടെ നിന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും ആദ്യം പൊതുദർശനത്തിലെത്തുക. പിന്നീട് സ്വന്തം മണ്ഡലമായ കൊയിലാണ്ടി ടൗൺ ഹാളിലെത്തിക്കും. പിന്നീട് അത്തോടിയിലേക്ക് കൊണ്ടുപോകും. ഈ രാഷ്ട്രീയ രംഗത്തെ അവരുടെ ഒരു രാഷ്ട്രീയ കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ഘട്ടത്തിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെയാണ് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഒരു ഇടത് കുടുംബത്തിനാണ് ജനിച്ചെങ്കിലും കാനത്തിൽ ജമീല ആദ്യഘട്ടത്തിലൊന്നും രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിരുന്നില്ല. പിന്നീട് കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെയാണ് പഞ്ചായത്ത് അംഗമാകുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗമായതിനു ശേഷം പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നു. അവിടെ പ്രസിഡന്റ് ആകുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി 2 തവണയാണ് കോഴിക്കോട് ഉണ്ടായിരുന്നത്. 2021 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ രാജിവെച്ചാണ് കൊയിലാണ്ടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 8000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുന്നു. ഏറ്റവും പ്രധാനമായും കാനത്തിൽ ജമീല എടുത്ത് പറയേണ്ടത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലും ഒരുപോലെ പ്രവർത്തിച്ച ഒരാൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. CPM-ന്റെ വനിതാ മുഖങ്ങളിലെ പ്രധാനി. കൊയിലാണ്ടിയിൽ ഒരു വലിയ മത്സരമൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതിൽ പോലും 8000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു. മലബാറിലെ ആദ്യ വനിതാ മുസ്ലിം MLA-ആണ്. നമ്മൾ പലപ്പോഴും ഈ കാനത്തിൽ ജമീല MLA-യുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്കൊക്കെ സജീവമാക്കുമ്പോൾ ഒരു മുസ്ലിം വനിത ഇത്തരത്തിലേക്ക് സജീവമാകുന്നതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അവർ പ്രതിരോധിച്ച രീതിയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും സജീവമായി നിന്നൊരു മുഖമായിരുന്നു കാനത്തിൽ ജമീല. കഴിഞ്ഞ തവണ അർബുദത്തെ ഒക്കെ അതിജീവിച്ച് അവർ കൊയിലാണ്ടിയുടെ വികസന കാര്യങ്ങളിൽ സജീവമായിരുന്നു. പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് പിന്നീട് കുറിച്ച് മൂർച്ഛിക്കുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. 2 ദിവസം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് MLA-യുടെ മരണവിവരം പുറത്തു വരുന്നത്. എന്തായാലും കൊയിലാണ്ടിയിൽ അത്തോളിലായിരിക്കും സംസ്കാരം നടക്കുക. അത്തോളി ജുമാ മസ്ജിദിലായിരിക്കും ചൊവ്വാഴ്ച സംസ്കാരം നടക്കുക. മകൻ ഇപ്പോഴും വിദേശത്താണുള്ളത്. വിദേശത്ത് നിന്ന് വന്നതിന് ശേഷമായിരിക്കും പൊതുദർശനം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുക എന്നാണ് നേതാക്കൾ അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, മുൻ ജില്ലാ സെക്രട്ടറി, ഒപ്പം തന്നെ കേരള ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള P മോഹനൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള TP മുസാഫർ, KK ലതിക, NCP നേതാവ് PC ചാക്കോ, MK രാഘവൻ MP തുടങ്ങിയ നേതാക്കൾ ഇവിടെ എത്തി അനുശോചനം അറിയിച്ചതിന് ശേഷം മടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ അപ്പുറത്തേക്ക് വലിയ സൗഹൃദം, അത് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അവർ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നത് അങ്ങനെയാണ്. നിറഞ്ഞ ചിരിയും സൗമ്യമായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനവും ലാളിത്യമുള്ള ഒരു ഇടപെടലുമായിരുന്നു കാനത്തിൽ ജമീലയുടേതെന്ന് നേതാക്കളാകെ ഓർക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.